മുരുകായ നമ. പളനി മുരുകൻ്റെ കഥ കേട്ടാലോ? ഒരിക്കൽ കൈലാസവതിയായ ശ്രീ പരമേശ്വരനെ കാണാൻ നാരദമുനി വന്നു. ദിവ്യമായ ഒരു പഴവുമായാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഈ പഴം ആർക്ക് കൊടുക്കും? 2 പുത്രന്മാരും പഴം കണ്ട് അടുത്തു വന്നു. 2 പേരും കൈകൾ നീട്ടി. ആർക്ക് കൊടുക്കും ഈ പഴം? 2 പേരും തമ്മിൽ തർക്കമായി. ഒടുവിൽ മഹാദേവൻ അരുൾ ചെയ്തു, 2 പേരും ഈ ലോകം മുഴുവൻ ചുറ്റി വരിക. ആരാണോ ആദ്യം വരുന്നത് ആ ആളിന് ഈ ദിവ്യമായ പഴം നൽകാം. ഇത് കേട്ട ഉടൻ തന്നെ തൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്ത് കയറി മുരുകൻ വിശ്വപ്രദക്ഷിണത്തിന് പോയി. അമിതവണ്ണവും കുടവയറും ഗജമുഖവുമുള്ള ഗണപതിക്ക് ലോകം ചുറ്റി വേഗം തിരിച്ചു വരിക അത്ര എളുപ്പമല്ലായിരുന്നു. തൻ്റെ ശാരീരിക പരിമിതി അറിയായിരുന്ന ബുദ്ധിമാനായ ഉണ്ണിഗണപതി മാതാപിതാക്കളെ 2 പേരെയും കാലു തൊട്ട് വണങ്ങി അവരെ തന്നെ വലം വെച്ചു. പ്രപഞ്ചപാലകനായ ശ്രീ പരമേശ്വരനും ജഗദംബിയുമായ പാർവതിയും തന്നെയാണ് ലോകമെന്നും പ്രപഞ്ചം മുഴുവൻ പാർവതി പരമേശ്വരന്മാരിൽ അടങ്ങിയിരിക്കുന്നു എന്നും ഗണപതി ആ പ്രവൃത്തിയിലൂടെ വ്യാഖ്യാനിച്ചു. മകൻ്റെ ബുദ്ധിവൈഭവത്തിൽ സന്തോഷിച്ച മഹാദേവനും പാർവതിയും ദിവ്യമായ പഴം ഗണപതിക്ക് സമ്മാനിച്ചു. അപ്പോഴേക്കും ലോകം മുഴുവനും ചുറ്റിയ മുരുകൻ തിരിച്ചു വന്നു. മാതാപിതാക്കളുടെ പരീക്ഷണത്തിൽ പരാജിതനായതിൻ്റെ നിരാശയും പഴം കിട്ടാത്തതിൽ കോപിച്ചും കുമാരൻ എല്ലാം ഉപേക്ഷിച്ച് ആണ്ടിപ്പണ്ടാരമായി. ആണ്ടിപ്പണ്ടാരം എന്നാൽ ബാല്യനായ സന്യാസി എന്നേ ഉള്ളൂ അർത്ഥം. അങ്ങനെ മുരുകൻ പിണങ്ങി കൈലാസത്തിൽ നിന്നും ദക്ഷിണദിക്കിലേക്ക് തിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട പാർവതി പഴം നീയാണ് എന്ന് പറഞ്ഞ് പുത്രനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പഴം നീ എന്നതിൽ നിന്നാണ് പഴനി എന്ന പേരുണ്ടായത്.